ഗൈസ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു ബസ്സിൻ്റെ ഒരു ഗെയിമാണ് കേട്ടോ കളിക്കാൻ പോകുന്നത്. ഗെയിമിൻ്റെ പേര് എനിക്കറിയത്തില്ല. ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ എന്നാണ് ആയിരിക്കും ഗൈസ്, എനിക്കറിയത്തില്ല. പിന്നെ ഇന്നത്തൊരു സംഭവം അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം ഗൈസ്. ഇപ്പോൾ ഇത് നമ്മുടെ വണ്ടീൻ്റെ ഈ സൈഡിലോട്ട് നോക്കിയതേ, ഇതാരാണ്? ഞാനല്ലേ ഗൈസ്, ഞാനാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ഗെയിമിൽ എൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. ഏറ്റവും അടിയിൽ പോയിട്ടാണ് ഞാൻ കാണിച്ചിടാം. ഇതിലായിരുന്നു നമ്മളിത് ഇതിൽ പോയിട്ട് നമ്മൾ സോങ് എനിക്ക് പറ്റത്തില്ല. നമ്മൾ ഇതിൽ പോയിട്ട് നമ്മുടെ ബസ്സിൻ്റെ കളർ നോക്കണം. കളർ നോക്കാൻ നേരത്ത് ദേ ഏറ്റവും അടിയിൽ എനിക്കൊരു ഇത് കിട്ടും, 717 ഏറ്റവും അടി. ഇത് ഏറ്റവും അടി കേസ്. അപ്പോൾ അവിടെ പിടിച്ച് നോക്കിയാൽ നമുക്ക് ആൻ്റെ ആയാലും കിട്ടും, ചിലപ്പോൾ കിട്ടും കേസ്. എനിക്കറിയത്തില്ല, എനിക്ക് എൻ്റെ കിട്ടിയപ്പോൾ കേസ്. നമ്മളിന്ന് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ കളിക്കാൻ പോവുകയാണ്. പിന്നെ ഇത് മുമ്പൊക്കെ കളിച്ചിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് പ്രാക്ടീസൊക്കെ അറിയാം. പ്ലീസ് ഈ ഒരു വീഡിയോ ആയിട്ട് എല്ലാവരും കിടക്കുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മൾ നേരെ ഒരു വീഡിയോ ആയിട്ട് കൊടുക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തേക്കുന്ന ഇവിടെയാണ് കേട്ടോ. കളിച്ചിട്ടുണ്ട്, പക്ഷെ പാളി കിട്ടിയിട്ടുമുണ്ട്. ട്രക്കിൻ്റെ ഗെയിം. അപ്പോൾ ഇതിൻ്റെ ട്രക്ക് ഗെയിമൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അന്നത്തും എൻ്റെ ഫോട്ടോ ഉണ്ട്. എൻ്റെ ഫോട്ടോ അല്ല, ഞാൻ BB റേസിംഗ് കളിച്ചൊരു ഫോട്ടോ ഉണ്ട്. അപ്പോൾ അത് ഞാൻ എഡിറ്റ് ചെയ്ത് അങ്ങനെ വെച്ചേക്കുകയായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. എഡിറ്റ് ചെയ്യുന്നതല്ല, ചുമ്മാ സ്ക്രീൻഷോട്ട് എടുത്ത് ഇങ്ങനെ ഇട്ടേക്കുകയാണ്. പ്ലീസ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബും കൂടെ ചെയ്യുക. നമ്മൾ സബ്സ്ക്രൈബ് ഇല്ല, അതാണ് സബ്. എനിക്കങ്ങനെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ, എനിക്കങ്ങനെ പറഞ്ഞ് ശരിയല്ല. അല്ല, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഗെയിം പ്ലേയിലോട്ട് കിടക്കാം. ഇതാണ് കേട്ടോ എൻ്റെ നേരെ കാണിക്കാൻ അതേ പോകുന്നു വേറൊരു വണ്ടി. പ്ലീസ് നമുക്ക് നമ്മുടെ ബെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ബൈക്കൊക്കെ എന്താണ് മാവയ്ക്ക് ഒരു ബസ് വരുന്നതില്ലേ? ബ്രേക്ക് പിടിച്ചോടാ. ലൈറ്റാണ് കേട്ടോ, അല്ല ഓണാക്കി തന്നെ ഇട്ടേ. പിന്നെ ഇങ്ങോട്ടൊക്കെ തിരിക്കാനൊക്കെ പറ്റും കേട്ടോ, ഇങ്ങോട്ടൊന്നുമില്ല. ഓണാക്കി ഇട്ടോടാ. പച്ച ലൈറ്റ് എനിക്ക് പൊട്ടത്തെറ്റ് വരുമോ? അതെ, ഇൻഡിക്കേറ്ററൊന്നും ഇടുന്നില്ല. എനിക്ക് പൊട്ട വരിക. ഇതിൻ്റെ മണ്ടിക്കൊക്കെ അയ്യോ, ഇതേതാണടാ ഈ കാട്ടം കൊണ്ടുപോയിട്ട് അവിടെ വണ്ടി കൊണ്ടുപോയിട്ട് വേറെ ആളല്ലേ ഈ തരാം. ഇതില്ലാത്തതാണ് ഇതാണ് കേട്ടോ നമ്മുടെ ആ ഗെയിം. ട്രക്സ് കേട്ടോ. അയ്യോ, ഫസ്റ്റ് വണ്ടി വരുന്നുണ്ടില്ലേ? ഇടയ്ക്ക് പോയി എനിക്ക് നല്ല സംശയം ഇട്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ കൂടെ പോയി അപ്പം ഇതിൻ്റെ വണ്ടീൻ്റെ സ്പീഡ് എനിക്ക് നോക്കണമെങ്കിൽ ഇടിച്ച് കയറി ഞാൻ പോകും കേട്ടോ. വണ്ടി ഫുള്ള് ഇടിച്ച് പപ്പടവടകളാവും.
പിടിച്ചൊരു പരിവാകും. അവൻ നാളെ എടുത്തില്ല. ക്ഷമിക്കണം കേട്ടോ. എൻ്റെ അടുത്ത് തന്നെയാണ് കുറ്റം. ഞാൻ ചെന്ന് കൊടുത്തിട്ടൊക്കെ ഒന്ന് കാണിച്ചു വെച്ചേ ഉള്ളൂ. അധികം കാണിച്ചിട്ടില്ല. അധികം കാണിച്ചിട്ട് ഇത് പെണ്ണുങ്ങൾ ഓരോ വണ്ടിയെ കുടിച്ചാണ്. നേരെ പെണ്ണുങ്ങൾ ഓരോ വണ്ടിയെ കുടിച്ചോണ്ടിരുന്നത് പെണ്ണുങ്ങളല്ലേ. ആൻറ്റിമാർ ഒരു വണ്ടി കൊടുത്തുണ്ടായിരുന്നു. ആൻറ്റിയാണ് അവർ ഒരു വണ്ടി കൊടുത്തു. എൻ്റെ പെട്ടെന്ന് അടിച്ചാന്ന് കേട്ടിട്ടാ ഞാൻ വണ്ടിയെ തപ്പ ഞാൻ മാറ്റാവേ. തപ്പ വണ്ടി ചേച്ചി ഞാൻ മാറ്റാം. അയ്യോ പൊതിക്കുന്നുള്ള മതിക്കടാ. ബസ് ഡ്രൈവർ പൊട്ടന്മാരാണ്. അങ്ങനെ പൊട്ടന്മാരാണ്. ഞാനൊരു പൊട്ടനാണ് കേട്ടോ. ബസ് डेटॉल फोमिंग हैंड वॉश खत्म. Wash delivered in 10 minutes. Blinkit. എന്തെങ്കിലും സാധനം വായിക്കോട്ടെ. ക്യാമറ ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ പിടിക്കണ്ട. ആ ഫുൾ ടാങ്ക് അടിച്ചോ. വണ്ടി ഫുൾ ടാങ്ക് അടിച്ചോ. അടിച്ചോ. ആ ഫുൾ ടാങ്ക് 100. ഫുൾ ടാങ്ക് ഇതൊന്നും അല്ലേ. ഞാൻ ഇതിനും അല്ല പെട്രോൾ. വണ്ടി അങ്ങനെ ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. നീയൊക്കെ ഇടക്കിട്ടാണോ വണ്ടിയൊക്കെ എടുക്കുന്നത്? ഞാൻ കൈവിട്ട് വെക്കണം കേട്ടോ. വണ്ടി തന്നെ ഞാൻ കൈവിട്ട് വെച്ചേക്കാണ്. പിന്നെ സ്റ്റീരിങ് വളയ്ക്കാൻ തന്നെയാണ് കൈവിട്ട് വെച്ചേക്കാണ്. ഈ വണ്ടി ഞാൻ വേറെ സിമിനേറ്ററിൽ കണ്ടു. ഈ വണ്ടി സത്യമായിട്ട് പോലെയാണ് കേട്ടോ. ഈ പെൺപിള പോലെയുണ്ട്. അങ്ങനെ അത്യാവശ്യം കുറച്ച് കാണിച്ച പരിപാടിയുണ്ട്. ഒരു പരിപാടി കാണിച്ചു വെച്ചേക്കുന്നു. മഴയ്ക്ക് നമ്മൾ ബസ് എടുക്കുമ്പോൾ ഇടിക്കാൻ നോക്കുമ്പോൾ ഇടിച്ച് വെച്ചു. ഇതിൻ്റെ എഞ്ചിൻ ബസ്സിലെ ഒന്ന് നോക്കട്ടെ. വണ്ടി എടുത്തിട്ടാ ക്യാമറ എടുത്ത് വാങ്ങിയ നമ്മളെ പോലത്തെ ഒരു ബസ് അത്യാവശ്യം എന്നിട്ട് പോയി ചോരി
അറിയാമോ വിജയ? എല്ലാം കയറിക്കോളൂ. വണ്ടി എടുത്തോളൂ. ഞാൻ സ്കിപ്പ് അടിക്കണ എല്ലാം കയറിയാൽ മതി കേട്ടോ. സ്വന്തമായിട്ടൊരു വീടൊക്കെ ലക്ഷ്യമാണ്. പടക്കാട്ടി കൊണ്ടുപോയി വീട് വെച്ചു പാട്ട ബസ്സുമായിട്ട് വന്നു. ബസ്സാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ബസ് ഓടിക്കാൻ ബസ് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ സ്വഭാവം കേട്ടോ ബസ്. കാരണം എൻ്റെ കഥയിലെ എൻ്റെ ഇതാണ് കേട്ടോ ബസ്സിന് പേര് ഇല്ല. ഓണക്റ്റോ വണ്ടിയോ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ വിട്ട് വല്ലതും ഇടിച്ച എൻ്റെ സ്വഭാവം. ഞാൻ അപ്പുറത്തേക്ക് ഓടുന്നു വണ്ടി എടുത്ത്. നമ്മൾ ഫസ്റ്റ് സ്ഥലം ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. മീൻ കിടക്കണ കേസ് ഒരു മല കയറാം. മല ഞാൻ കയറിയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഒരു പൊട്ടത്തെറ്റ് പറ്റി. എന്തോന്ന് പറ്റാൽ എന്നെ പറഞ്ഞുതരാം ഓടിച്ചോണ്ട്. കാരണം ഞാൻ ആ മല കയറുന്ന സമയത്ത് വണ്ടി ഓഫാക്കിയിട്ടേക്കുവാ. ഞാൻ കണ്ടില്ല. പുറകിലോട്ട് വണ്ടി ഞാൻ ഓണാക്കിയിട്ടേക്കുവാ. ഞാൻ ഫ്രണ്ടിലോട്ടല്ല ഇത് ഞെക്കിക്കൊണ്ടിരിക്കുക. പുറകിലോട്ട് വണ്ടി പോകണം. ഇത് ഇവിടെ വെച്ചെങ്ങാണ്ടോ ഇനി ഇവിടെ ഇച്ചിരി കൂടെ കാണാം. അവിടുന്ന് ഞാൻ പിന്നെ നോക്കിയപ്പോൾ മക്കളെ മനസ്സിലായ വണ്ടി ഓഫാക്കിയിട്ടേക്കുക. ഇതേ പോകണം. പറഞ്ഞ് നാവെടുത്തില്ല. വണ്ടി അത് പിടിച്ചില്ല. വണ്ടി ഏത് വണ്ടിയാണ് വണ്ടി അത് പിടിക്കത്തൊന്നുമില്ല കേട്ടോ. വണ്ടിനെ കുത്തുമ്പോൾ വണ്ടി എന്നെ അടുത്ത് കൊക്ക. ഇവിടെ യൂട്യൂബ് പോയിട്ടുള്ള ഞാൻ ആ സ്ഥലത്തെത്തിയോ? ഏത് യൂട്യൂബ് പോയിട്ടുണ്ട്. ഞാൻ അവൻ്റെ വീഡിയോ കൊണ്ടാണ്. അവൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ എക്സ്പെക്റ്റഡ് ആയി ഗൈസ്. എന്നാൽ അവൻ്റെ ബെസ്റ്റൊക്കെ കണ്ടോ ഗൈസ്. അവൻ്റെ യൂട്യൂബിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. BTS എന്നെങ്ങാണ്ടാണ് ഞാൻ നോക്കിയപ്പോൾ എഴുതിയേക്കുന്ന ഒരു 2 റോക്ക് നോന്ന് തന്നെ ഇട്ടിട്ട് BTS എഴുതിയേക്കുന്നത്. സബ്സ്ക്രൈബറാണ് കേട്ടോ. കളിക്കാൻ വേണ്ടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാം സബ്സ്ക്രൈബും കൂടെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ചെയ്ത് വെച്ചേക്കണേ. ലൈക്ക് പോട്ടെ. സബ്സ്ക്രൈബും കൂടെ കാലി കൊണ്ടായാലും കൈ കൊണ്ടായാലും കുഴപ്പമില്ല. ചെയ്തേച്ചാൽ വണ്ടി എടുത്തുകൊണ്ട് പോവാം. ഇവിടെ വളഞ്ഞു പുള്ളിനൊക്കെയാണ് ദൈവമേ പോകണ്ട. ആ ഉള്ളാടെ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ട് പോടാ. എൻ്റെ ഫോർച്യൂണർ എന്നെ കയറ്റിടിക്കാൻ വേണ്ടി ഒരു ഫോർച്യൂണർ എടുത്തേക്കോ. ദേ ബസ് വരുന്നുണ്ട്. പിപ്പിരി പിപ്പി പിപ്പി. പിടിച്ചോ മതിയോ? എൻ്റെ അമ്മച്ചി ഇനി എത്ര കിലോമീറ്റർ ഞാൻ നോക്കട്ടെ. വണ്ടിയൊന്നുമല്ലോ. വണ്ടി ജസ്റ്റ് നിർത്തി ഞാൻ വെച്ചേച്ചു. ഓക്കെ ഇവിടെ വല്ല വണ്ടി ഉണ്ടെങ്കിൽ എൻ്റെ പണി തീർന്നു.
ബസ്സിനെ കോൺട്രസ്റ്റ് ഒക്കെ അടിക്കാം കേട്ടോ. എൻ്റെ ബസ്സാണെങ്കിൽ എല്ലാവരും വാങ്ങിക്കാനായി ഇവിടെ തന്നെയൊന്നും പത്ത് സ്ഥലമായിരുന്നു. യൂട്യൂബ് ഇവിടെ ആണെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. എൻ്റെ പല്ലായിരിക്കും എൻ്റെ അമ്മയായിരിക്കും. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ബാക്കി എവിടെ പോയി സ്റ്റോർ വന്നപ്പോൾ അവരെല്ലാവരും നോക്കി. തത്ത വായനോക്കി അല്ല ചേച്ചി വായനോക്കിക്ക് അത് അങ്ങോട്ട് പോവോ. ഇതേ വേറെ അതിൻ്റെ ഒരു കോപ്പി ബൊമ്മ ഇവിടേക്ക് ഏത് എൻ്റെ വേദത്തെ കുട്ടീനെ പിടിച്ചോണ്ട് അവനെ കണ്ടപ്പോൾ ദേ വേദം എൻ്റെ ഇവിടെയൊക്കെ കൂടി വന്നേക്കും കേട്ടോ. അല്ലാണ്ട് പോയിട്ട് എൻ്റെ ബസ്സിനോട്ട് നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ വേണോ അവിടെ ഞാനും ഇനി തിരിച്ചുകൊണ്ട് പോയി ആക്കാം. അപ്പോൾ അതിൻ്റെ പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ. ഈസിയായിട്ട് വിടാമെന്ന് ഈസിയായിട്ട് ഇവിടെ തിരിച്ചു ഇവിടെ എല്ലാം ഒന്ന് പെട്ടെന്ന് ചെയ്ത് എനിക്ക് വേറെ പണിയുള്ള നിങ്ങളെയും കെട്ടിക്കൊണ്ട് പോകണമല്ല. വേറെ ഒരു ഓട്ടനൊക്കെ ഉണ്ട് നമ്മുടെ ഈ ഓട്ടം ഇതൊന്നുമല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ എന്തെന്ന് ട്രക്ക് സിമുലേറ്റർ ഇന്തോനേഷ്യൻ്റെ വീഡിയോ നമ്മൾ എന്തായാലും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ ഒന്ന് ചെയ്യണം ഗൈസ്. ആ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബേഴ്സ് 4 സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ്. ലൈക്ക് മാത്രം എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. സബ്സ്ക്രൈബേഴ്സ് ആരാന്ന് വെച്ചാൽ പൊടി മച്ചാന്മാരൊക്കെ അല്ലേ മച്ചാനെ. ഒരു ലൈക്കൊക്കെ വരായിരുന്നു വേണ്ട വ്യൂസും ഉണ്ടായിരുന്നുണ്ടോ കണ്ടെന്ന് വരെ എനിക്കറിയാം. 40K ആ 40K അങ്ങോട്ട് വന്നു. എനിക്ക് അറിയത്തില്ല. ചുമ്മാ ഇങ്ങനെ ഹലോ ഞാൻ ഇങ്ങനെ വരും. ആ വണ്ടി ഇടിച്ച ഞാൻ എടുത്തില്ല. അപ്പോഴേക്കൊന്നും അയ്യോട്ട് പോയിക്കോ. ഞാൻ ഫ്രണ്ടിലോട്ട് പോയിക്കോ. ആ ഓടിക്കേണ്ട കാര്യമില്ല. എന്തായാലും ഇത് ബാക്കിലോട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചു കൊടുത്ത് വെച്ചാൽ മതി കേട്ടോ. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. ഒരു സംശയമുണ്ട് എൻ്റെ റംബുരാനെ. ചേട്ടാ ഞാൻ പറ്റിയോ? പറ്റിയെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ സ്കിപ്പ് അയച്ചോ. വേറെ വണ്ടി പോണെങ്കിൽ ആ വണ്ടീൻ്റെ മാറ്റാവണ്ടേ ഇൻഡിക്കേറ്റർ. കുട്ടികളെ പേടിക്കണ്ട. ഞാൻ എന്തായാലും നിങ്ങൾ സേഫായിട്ട് ഞാൻ എന്തായാലും ഇനി ഞാൻ ഈ വഴി പാടിയില്ല. അമ്മച്ചി ഇനി വേറെ സ്ഥലത്തോടും പോകുന്നു എനിക്ക് നല്ലത്. അങ്ങനെ നമ്മൾ ഏതോട് കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞൊന്നുമില്ല, ഇനിയും കിടക്കണം. എടാ വണ്ടി മനുഷ്യരുടെ നേരെ ഓടിക്കാൻ കൂടി അറിയിക്കില്ല. അപ്പരാണ് അമ്മയുടെ വണ്ടി ഉത്സവം. ഇനി ഈ പറ്റി കൂടി കഴിഞ്ഞ് നമ്മൾ പരിപാടി കഴിഞ്ഞ ഓക്കെ. നമുക്ക് കടിക്കാൻ മക്കളെ. ഇതേത് ഭൂതം കണ്ണടിച്ച് നോക്കുന്നു. ഇവിടെ പെണ്ണൊന്നുമില്ല. കോഴീനെ നോക്കിയാണ്. ഒരു ചിങ്കാഴ കോഴി. ഈ താത്തനെ നിങ്ങൾ എവിടെയെങ്കിലും ഈ ചേച്ചീനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? മറ്റേ ഇതിട്ടുകൊണ്ടാണ് കേട്ടോ. മറ്റേ ഇങ്ങനെ സാധനം ഇട്ടില്ല. അത് ഇട്ടുകൊണ്ടാണ് എനിക്ക് ഇത്താത്ത വരുന്നത് കേട്ടോ. ചേച്ചീനെ എനിക്ക് വരുന്നില്ല. അങ്ങനെ വിളിച്ച ശീലമില്ല. ഇപ്പം അങ്ങോട്ട് ശീലിച്ചാണ്. അതൊക്കെ ഏത് വണ്ടി എനിക്കറിയാവുന്ന ആ ഒരു വണ്ടിയല്ലേ. ആരും പെട്ടിയൊന്നും അടിച്ചില്ലല്ലോ. ഇവിടെ ഇമാരൊക്കെ എന്തെന്നാണ് ഇടിക്കുന്ന മര്യാദയ്ക്ക് കൊണ്ടിരിക്കുന്നു. എൻ്റെ പറയുന്നുണ്ട് അതൊക്കെ ഏതില്ല. എൻ്റെ ഹൗസിലോട്ട് എത്താറായി.
എല്ലാം മര്യാദയ്ക്ക് വാങ്ങിക്കണം. എനിക്കൊന്നും എന്നെയൊന്നും പോറ്റിക്കൊണ്ട് എല്ലാം ഇറങ്ങണോ, ഇറങ്ങണോ. ഞാൻ ഇറങ്ങിപ്പോന്ന് കേട്ടോ. എൻ്റെ ബസ്സിനെല്ലാം പറ്റി, ഒന്നും പറ്റിയിട്ടില്ല. സേഫ് ആൻഡ് സെക്യൂർ. ഇത് കൊച്ചൊക്കെ കരയുന്നു കേട്ടോ. ഇത് എൻ്റെ മുഖത്തോട്ട് നോക്കി അറിയാം. ഇത് എച്ചിക്ക് എന്ത് പറ്റി? കൊച്ചിനെയും കൈ പിടിച്ച് കൊച്ചങ്ങോട്ട് हाय फ्रेंड्स, अगर आपने अपने घर के वॉल्स को इंडिगो पेंट वाला मेकओवर दिया है तो why wait? Send in your entries to me and I will review your beautiful walls. Click here to submit in the Dhoni review system now. ഇതിന് ഇതെന്താ ഇങ്ങനെ വന്നിരിക്കുന്ന പരസ്യം? ഇങ്ങോട്ട് വാ. ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ തലതിന്നു എന്ന് വിചാരിക്കില്ല കേട്ടോ. നിങ്ങൾക്ക് തലതിന്നെ എനിക്ക് കൂടി അറിയിച്ചില്ല. എത്ര ഡോളർ കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. ചിത്രരൂപയൊക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇന്നത്തെ ഓട്ടം വലിച്ചു അല്ലേ. നമുക്ക് സാധാരണമായിട്ട് ഇതാണ് കേട്ടോ എൻ്റെ പഴയ ബസ്. സുന്ദരം ബസ്സായിരുന്നു. ആ ബസ്സിൻ്റെ ഓളിപ്പം ആ ബസ്സല്ല, ഈ ബസ് വേറെ, ആ ബസ് വേറെ. ഇതാണ് ഈ നമ്മൾ അടുത്തത്. നമ്മുടെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ടോ? ഇല്ല. നമ്മുടെ കയ്യിൽ ഇതേ ഒരു ഇത്രയും പൈസ ഉണ്ട്. നമ്മൾ ഈ ബസ്സല്ല, അത്രയും പൈസ ഉണ്ട്. നമ്മൾ ഈ ഒരു ബസ് അങ്ങോട്ട് ഉറപ്പിച്ചേക്ക്. ഒന്നുമില്ല, ഉറപ്പിച്ചേക്ക്. എനിക്ക് നല്ലൊരു ടീമാണ് കേട്ടോ ഒരു ബസ്. നല്ലൊരു ബസ്സാണ്. നോർത്ത് വെച്ച് നമ്മൾ ഈ ബസ് എന്തായാലും എടുക്കുന്നതായിരിക്കും. ഒരു ഡേക്ക് നമ്മളൊക്കെ ബസ്സൊക്കെ എടുക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലത്തെ കിടക്കാച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴേക്കും ഗുഡ് ബൈ.